ഗൈസ്, അപ്പോൾ ഞങ്ങൾ 2024 ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണല്ലോ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗിനെ കുറച്ച് എന്താ പറയുക, എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നൊരു വ്ളോഗാണ്. അതായത് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 month ആയി. അപ്പോൾ എല്ലാവരും അപ്പം മുതൽ ചോദിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഡെലിവറി സ്റ്റോറിയിലോ അതായത് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഫുള്ളായിട്ടൊരു സ്റ്റോറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് വാവച്ചിൻ്റെ ഡെലിവറി സ്റ്റോറിയിലോ അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അതെ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ഡെലിവറി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. കൂടുതലും ഡെലിവറി സ്റ്റോറി ഞാനാണ് പറയല്, പക്ഷെ എന്നാലും ഡെലിവറിന്റെ ആ ടൈമിൽ ബേബി ഉള്ളത് കൊണ്ട് പറയാൻ കുറച്ചിട്ടായത് കൊണ്ട് വായിച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കണേ. പക്ഷെ ഇല്ല, ഞാനും അതിപ്പോ വായിച്ചിക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവണമെന്നില്ല, എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എനിക്ക് ഓർമ്മ ഉള്ളത് പറയാം. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും അല്ല, അതായത് ഞാൻ ഉദ്ദേശിച്ച് കറക്റ്റ് ചിലപ്പോൾ ഓർഡർ വരണം എന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് മാത്രം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് ഞങ്ങൾ ഇങ്ങനെ രണ്ടാളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പറയില്ലോ അപ്പൊ ഗൈസ്, എന്തായാലും അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വാവിച്ചിന്റെ ഇത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട് തന്നെയാണ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഏകദേശം ഒരു 7ാം മാസം വരെ പാലക്കാട് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ വാവിച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഡെലിവറി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പേ വാവിച്ചിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ടായത് പ്രഗ്നന്റ് ഒക്കെ ആവുന്ന ടൈമിൽ എനിക്ക് ഡെലിവറി ടൈമിൽ ബേബി കൂടെ വേണമെന്നുള്ളൊരു സംഭവമൊക്കെ വാവിച്ചിൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. അതെ, ബേബിനെ കയറ്റാൻ പറ്റില്ലല്ലോ എന്നുള്ള എല്ലാവരും ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹസ്ബൻഡ് കൂടെ വേണം ഡെലിവറി ടൈമിൽ എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ ഇവിടെ അത് വന്നിട്ടില്ല, വരുമായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പ്രഗ്നന്റിന് ശേഷം പറഞ്ഞപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എറണാകുളത്താണ് ഉള്ളത്. അപ്പൊ അത് ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം തൽക്കാലം ശരി കുഴപ്പമില്ല, ലോങ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടൂലോ അങ്ങനെ വിട്ടിരിക്കുന്ന സമയത്താണ് അറിഞ്ഞത് ഇങ്ങനെ കോയമ്പത്തൂർ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ നാച്ചുറൽ ബർത്തിങ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് എനിക്കും കയറാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് 7 മാസം വരെ ഇവിടെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ കോയമ്പത്തൂർ പോയി നോക്കാൻ വേണ്ടി പോയ ടൈമിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാം പോയി ചെക്ക് ചെയ്യുക. ആ സമയത്തുള്ള അപ്ഡേറ്റ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഞങ്ങള് 7ാം മാസം കഴിഞ്ഞിട്ട് പോയി അന്വേഷിച്ചിട്ട് ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് ഞങ്ങൾക്ക് ഓക്കെയാണ്, നമുക്ക് അവിടെ തുടരാന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തല്ലോ അപ്പൊ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് കാണിച്ച ടൈമിൽ വാവച്ചിക്ക് ഡെലിവറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് October 25 അല്ലേ. October 25 ഡെലിവറി ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോയ ടൈമിലാണെന്നുണ്ടെങ്കിൽ വാവച്ചിക്ക് എന്താണ് കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ സ്കാനിങ്ങിന് ഏതോ ഒന്ന് എടുക്കാൻ പറഞ്ഞ ടൈമിൽ നമുക്ക് എടുത്തിട്ട് അവർ പറഞ്ഞു ഡെലിവറി ഡേറ്റ് വരുന്നത് November 1st ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് ഇത്രയും എന്താ പറയുക October 25 ആവട്ടെ എന്നുകൊണ്ട് ആഗ്രഹിച്ച് ഇതായിരിക്കില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു 1 week ഇങ്ങനെ ആക്സിഡന്റ് ആയി പോയ ടൈമിൽ ഒരു എന്താ പറയുക ഒരു ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ബേബിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുണ്ട് വാവച്ചി 25 മുന്നേ ആഴ്ച പ്രസവിക്കുന്നു. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണല്ലോ. പിന്നെ കുറെ പേരുടെ കേട്ടിട്ടുണ്ട് ഡേറ്റിന് മുന്നേ പ്രസവിച്ചിട്ടുണ്ട്, ചിലര് ഡേറ്റിന്റെ ആ സമയത്ത്, ചില ഡേറ്റ് കഴിഞ്ഞിട്ട്. അപ്പം ഒരു പ്രതീക്ഷ, നമുക്ക് ആ ഒരു ഡേറ്റ് വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അതെ, അപ്പൊ എന്തായാലും അവിടെ പോയപ്പോൾ November 1st പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരി കുഴപ്പമില്ല, എന്തായാലും 1 week ഇതായല്ലോ. അപ്പോൾ ആ ഒരു ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് പോലെ അത് പറഞ്ഞപ്പോൾ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, 1 week ഇതെല്ലാം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് മൂവ് ചെയ്ത് 7 മാസം മൂലമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ 1 week അല്ല, മാസത്തിലൊരിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 9 month ആയ ടൈമിൽ വീക്ക്ലി ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്ക്ലി ചെക്കപ്പ് ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ October 25 കഴിഞ്ഞു. പക്ഷെ അപ്പോഴും എന്താ വാവച്ചിക്ക് പെയിന് കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷെ പെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് അതായത് വന്നാലും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇൻഫെക്ഷനും അതുപോലെ മൂത്രത്തിപ്പഴുപ്പ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട്, പെയിൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ വേദന എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ എങ്ങനെ വരിക എന്നും കൂടെ എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെയാണോ വരിക? അപ്പോൾ അത് വേറെ അറിയും. അത് ഡോക്ടർ അവിടെ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്താണെങ്കിൽ ചോദിക്കും അതെങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയും, വരുമ്പോൾ എന്തായാലും അറിയുന്നുണ്ട് ഡോക്ടറും പറയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നമുക്ക് November 1st ഒക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ അല്ല October 25 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വായിച്ച് പെയിനും കാര്യം വരാണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് October 25 ഞാനാണെങ്കിൽ വായിച്ചിട്ട് പറഞ്ഞു November 1 എത്തില്ലോ, എന്തായാലും October 25 മുമ്പ് തന്നെ ലാവേ ഡെലിവറി ഒക്കെ എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പണ്ട് പറഞ്ഞു. പക്ഷേ 25 ഒക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ഇനി നീണ്ടു പോകല്ലേ എന്നുള്ളൊരു ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് November 1st ഞങ്ങളുടെ അടുത്ത് ഡേറ്റ് അതാണ് പറഞ്ഞത്. പക്ഷെ അതുവരെ പെയിന് വരാത്തതുകൊണ്ട് തന്നെ November 1st ഞങ്ങളുടെ അടുത്ത് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല പറഞ്ഞത് November 1st വരെ വെയിറ്റ് ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചു 25 കഴിഞ്ഞു, അപ്പൊ പിന്നെ November 1st ആയിരിക്കാം എന്റെ ഡെലിവറി എന്ന് ഞാൻ വിചാരിച്ചു.
പക്ഷെ എന്നിട്ട് വെയിറ്റ് ചെയ്ത ടൈമിൽ നവംബർ 1 ആയിട്ടും ആവാതായപ്പോൾ നവംബർ 1 ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള പെയിൻ വരണമെങ്കിൽ വരാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നവംബർ 1 ചെക്കപ്പിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും പെയിന് വരിക വാവച്ചിക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്തായാലും നവംബർ 1 ചെക്കപ്പിന് പോകാമെന്ന് പറഞ്ഞിട്ട് നവംബർ 1 ചെക്കപ്പിന് പോയിട്ട് ഫുള്ളായി ചെക്ക് ചെയ്തു. കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അയാൾ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു കുട്ടി ഒന്നുകൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നല്ലേ, ഹെഡ് കുറച്ചുകൂടെ ഡൗൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു എന്താണ് പെയിന് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. ഒന്നാമത് ഞങ്ങൾ പാലക്കാടല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് മതി. എന്നാൽ ഡോക്ടർ പറഞ്ഞു പെയിൻ എന്തെങ്കിലും ഒരു അസ്വസ്ഥയും കാര്യങ്ങളും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പിന്നെയും 1 വീക്ക് കൂട്ടി. അതായത് 1-ാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ച 2 ഡേയ്സിനുള്ളൊക്കെ വാവച്ചിക്ക് പെയിന് വരികയായിരിക്കുന്നു, കാരണം ഡെലിവറി ഡേറ്റ് 1-ാം തീയതി അല്ലേ തന്നത്. അപ്പോൾ അതുകൊണ്ട് 4-ാം തീയതി പിന്നെയും ചെക്കപ്പിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 1-ാം തീയതി കഴിഞ്ഞ് ഇത്രയും ആയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും കൂടി പാക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വാവച്ചിയും അമ്മയും അമ്മൂമ്മയും ജെനിലും കൂടി ഞങ്ങൾ 5 പേര് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കാര്യങ്ങളും കുട്ടിക്ക് വേണ്ട സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോയിട്ട് 4-ാം തീയതി അവിടെ ചെക്കപ്പിന് പോയ ടൈമിൽ കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അതുപോലെ എല്ലാം ചെക്കപ്പ് ചെയ്ത ടൈമിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാ പറഞ്ഞു, കാരണം പെട്ടെന്നൊരു സിസേറിയൻ എന്നുള്ള ഒരു ഇതിലേക്ക് പോകണ്ട, കാരണം കുട്ടിയും ഓക്കെയാണ്. അവരുടെ ഇതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റ് 1-ാം തീയതിയാണ്. 1-ാം തീയതിയിൽ നിന്ന് ഒരാഴ്ച വരെ നീട്ടിത്തരും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച അവന്റെ പ്രൊസീജിയർ തുടങ്ങും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 ആഴ്ച അവർ നോക്കും. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ അവിടെ പോയി ചെക്കപ്പിന് പോയ ടൈമിൽ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് പെയിൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അവരെപ്പോഴും പറയുന്നത് പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, പോയിട്ട് പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ പോണില്ല, ഒന്നാമത് നമുക്ക് പോയിട്ട് വരും പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിയെത്ത് പറയുമ്പോൾ കുറച്ച് ഇതല്ലേ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞാൽ നല്ലത് സ്റ്റേ ചെയ്തോ പറഞ്ഞു. അതായത് 1-ാം തീയതി പോയി നോക്കിയിട്ട് കുട്ടി ഡൗൺ ആയി പറഞ്ഞല്ലേ, അതിന് ശേഷം 4-ാം തീയതി പോയപ്പോൾ കുറച്ചുകൂടെ ഡൗൺ ആയി, എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരികയാണ്, എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി അവിടെ കോയമ്പത്തൂർ കിടന്ന് ഞങ്ങൾ ആ ദിവസം കിടന്ന് അലഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നാമത് തിരക്കുള്ളത് ഫുള്ള്. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചു, കാരണം ഞങ്ങൾക്ക് അവിടെ റൂംസ് എല്ലാം കിട്ടാൻ നെയ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് റൂംസ് എല്ലാം കിട്ടിയത്. എന്താണ് അതിന്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊക്കെ റൂംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കാരണം അവിടെ കുറെ പേര് വരുന്നതല്ലേ. അതെ, അങ്ങനെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ റൂമിൽ കിട്ടി. ഞങ്ങൾ 5 ആൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊരു ചെറിയ റൂമായിരുന്നു, കുഴപ്പമില്ല, എല്ലാവരും കൂടി എല്ലാരും കൂടെ എൻജോയ് ചെയ്തിട്ടിരുന്നു. അതെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 4-ാം തീയതി അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം അങ്ങനെ ഒരു 1 ഡേ ഒക്കെ പോയി. ഞങ്ങൾ പിറ്റേ ദിവസം എന്തായാലും അവിടെ വെറുതെ ഇരിക്കില്ലേ, നമുക്ക് ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു ണെങ്കിലും എന്നത്തെ വെച്ച് ഈ ഇൻഫെക്ഷൻ മൂത്രത്തിപ്പഴുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്നത്തെ വെച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, നോർമല് ഇൻഫെക്ഷൻ ഉള്ളത് കാരണം അയ്യോ അത് ചിലപ്പോൾ വെള്ളം കുടിക്കാണ്ടായിരിക്കും, പക്ഷെ വെള്ളം കുടിക്കുന്നുണ്ട്. അത് ശരി. ലാസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ വായിച്ച് മാക്സിമം കണക്ക് വെച്ചിട്ട് വെള്ളം കുടിച്ച് എന്താ പറയുക സെറ്റാക്കി എടുക്കാറുണ്ട്. പക്ഷെ വായിച്ചിക്ക് ആ ഒരു ടൈമിൽ കുറച്ചൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഒരു 1 ഡേ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം ഞങ്ങളിങ്ങനെ ഡാൻസ് വീഡിയോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പ്ലേസ് ഒക്കെ സെറ്റാക്കി ഉറക്കില്ലാതെ, അതായത് യൂറിൻ ഇൻഫെക്ഷൻ്റെ പെയിൻ നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് ഞങ്ങൾ പ്ലേസ് ഒക്കെ സെറ്റാക്കി ഡാൻസ് വീഡിയോ എടുക്കാൻ പോയ സമയത്ത് നോർമലി വായിച്ചിക്ക് ഇവിടെയാണെങ്കിൽ ഡാൻസ് എടുക്കുമ്പോൾ വായിച്ചിക്ക് ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് നല്ല നോർമലി ചില ആൾക്കാർക്ക് ഇങ്ങനെ മൈൻഡ് ഉണ്ട്, നമ്മൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ടിരിക്കും, നമുക്കത് ഓക്കെ. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കുന്നത് നല്ലതാണ്. അതായത് ഞങ്ങളടുത്ത് പോയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് ഡെയിലി എത്ര കളിക്കാൻ പറ്റും അത്രയും കളിച്ചോ എന്ന് ഡോക്ടർ വായിച്ചോണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിടാണ്ട് കളിച്ചോ, ഡെയിലി കളിച്ചോ എന്ന് പറഞ്ഞല്ലോ അവൻ. അപ്പം അതൊക്കെ ഞങ്ങൾ ഡാൻസ് എടുക്കാൻ വേണ്ടി വായിച്ചിക്ക് എപ്പോഴത്തേക്കും വെച്ചിട്ട് ഈ കാലനക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട്, ചെയ്യാനും പറ്റുള്ള സ്റ്റെപ്പുകളൊന്നും നേരെ എടുക്കാൻ പറ്റില്ല, വേവ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് വായിച്ചെന്ന് പറയാന്നറിയാം ബുദ്ധിമുട്ടുണ്ട്, യൂറിൻ ഇൻഫെക്ഷൻ്റെ പെയിൻ ഉണ്ട്, എനിക്ക് എടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ അതല്ലേ അപ്പം എന്തായാലും വായിച്ചെന്ന് വെള്ളം കുടിക്കില്ലെന്ന് ചോദിച്ചിട്ട് വെള്ളം നന്നായി കുടിക്കുന്നുണ്ട്. ഞങ്ങൾ പോയ വെള്ളമൊക്കെ അവിടെ കൊണ്ടുവരുന്നത്, അപ്പം അതൊക്കെ വായിച്ച് അപ്പം തന്നെ കുടിച്ച് കൊണ്ടിരുന്നു. പക്ഷെ എന്നാലും വായിച്ചൊരു കളിക്കാൻ പറ്റില്ല, കാലൊന്നും നേരെ പൊക്കാനൊന്നും പറ്റില്ല, ഒരു വഴങ്ങാത്ത പോലെ അല്ലേ, വഴങ്ങാത്ത പോലെ ആയി. എന്നിട്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിട്ടൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ റൂമിലൊക്കെ പോയി വായിച്ച് കുറച്ച്
കിടന്നൊക്കെ ചെയ്ത് പിന്നെ നെയ്റ്റ് ആയിട്ട് വാവിച്ചാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങിയിട്ടില്ല. മൂത്രത്തിപ്പഴുപ്പ് നല്ല കൂടുതൽ നോട്ട് പോയിന്റ് നല്ല കൂടുതൽ. എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ എണീച്ച സമയത്ത് വായിച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഞാൻ പറയട്ടെ, അത് എന്താ വെച്ചാൽ എനിക്ക് രാവിലെ അല്ലേ രാത്രി ആകുമ്പോൾ തന്നെ നല്ല പൊരിച്ചിലുണ്ടായിരുന്നു. അപ്പം ഈ ബാത്റൂം പോകുന്ന സമയത്ത് ഈ വൈറ്റ് ഡിസ്ചാർജ് പോലെയൊക്കെ അത് തലേദിവസം വൈറ്റ് ഡിസ്ചാർജ് പോലെയൊക്കെ നിറയെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്ന് നോർമൽ ഉള്ളതല്ലേ കൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കില്ല. പിന്നെ എനിക്ക് ആ ദിവസം അല്ലേ ബേബി, ആ ദിവസം എനിക്ക് നല്ല പെയിൻ, എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ. ഉറങ്ങിയിട്ടില്ല ആ ദിവസം രാത്രി? എല്ലാ ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ ദിവസം കുറച്ച് പെയിൻ കൂടുതലായതുകൊണ്ട് തീരെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, കിടക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ബേബിയുടെ അടുത്ത് രാവിലെ എണീച്ചിട്ട് പറഞ്ഞു, എന്താണ് ബേബി എനിക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ചു ഞാൻ, അല്ലേ ബേബി? അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിൽ പോയി. അപ്പൊ ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ ഉറങ്ങി കഴിച്ച് പുറത്തൊക്കെ പോയി നിൽക്കണേന് വായിച്ച് ബാത്റൂമിൽ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ പറയണ്ട. അമ്മൂമ്മയും ജനിലും എന്താണ് അമ്മയൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങള് 5 പേരാണ്. അപ്പൊ അമ്മൂമ്മയും അമ്മയൊക്കെ പറയുന്നത് എന്താണ് ഇത് പേരിലൊന്നും വരാ. അതൊന്നാമത് ഇത്രയും അതായത് നമുക്ക് ഡേറ്റ് 1 അതായത് നവംബർ 1 തന്നിട്ട് ഇത്രയും ഇതായി 4 ആയി 5 ആയി എന്തോ വായിച്ചിക്ക് ഒരു പെയിനും കാര്യങ്ങളും വരാണ്ടാകുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വായിച്ച് ബാത്റൂം പോയിട്ട് ഞാൻ മൂത്രത്തില് ഇൻഫെക്ഷൻ അല്ലേ, എനിക്ക് പെയിൻ ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ ബാത്റൂം പോയി നോക്കട്ടെ അങ്ങനെയുള്ളൊരു ബേസില് എന്താണ് അല്ലല്ല അവിടെ എന്താണെന്ന് എനിക്കെന്തോ ലീക്ക് ആവണ പോലെ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോയത്. ലീക്ക് ആവണ പോലെ ഫീൽ ചെയ്തപ്പോ ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ബ്ലഡ് എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് ബ്ലഡ് ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു. അമ്മനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം, അമ്മ ഇത് അതിന്റെ തന്നെയാണോ നോക്കുമ്പോ. എന്നിട്ട് സംഭവം അതിന്റെയാണ് ബ്ലഡ് ലീക്ക്. അപ്പൊ ഞാൻ നേരെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് എന്താണ് ബ്ലഡ് ആണോ വന്നത് അത് വൈറ്റ് ആണ് അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു പെയിന് നന്നായിട്ട് കൂടുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. വാവിച്ച് ബാത്റൂമിൽ നിന്നൊക്കെ വന്ന് കുറച്ച് ഇരുന്നൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കും. വാവിച്ചിക്ക് പെയിന് മെല്ലെ ഒരുമാതിരി ഹാപ്പിയാണോ, ബ്ലീഡിങ് ആയില്ലേ, നല്ല ഹാപ്പിയാണ്. നല്ല പക്ഷേ പ്രസവിക്കും അത് എന്തായാലും നോക്കി വായിച്ചു അവിടെ പോയതും പ്രസവിക്കും തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നടന്നതൊക്കെ മൊത്തം വേറെ ആയിരുന്നു. അതെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പെയിൻ വന്നിട്ട് നല്ലപോലെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഞങ്ങളിപ്പോൾ റൂം സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, അടുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് എന്താണ് ഡോക്ടർ പെയിന് കൂടുതലായിട്ട് പറയാൻ പറഞ്ഞില്ല. അപ്പോൾ ആവശ്യമെടുത്ത് അത് പറഞ്ഞപ്പോൾ ആവശ്യം കുറച്ചൊന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യം മെല്ലെ 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 പെയിൻ ഒന്ന് ഇൻക്രീസ് ആവാൻ തുടങ്ങിയില്ലേ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു മെല്ലെ മെല്ലെ ഇതായപ്പോൾ ഡോക്ടർ ഇങ്ങനെ പെയിന് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ടെൻഷനായി. പെട്ടെന്ന് എന്തെങ്കിലും ആയാലോ. പിന്നെ ഞങ്ങൾ അപ്പോഴാണ് ആലോചിച്ചത് പെട്ടെന്ന് പുറത്ത് വന്നാലോ. പിന്നെ ഞങ്ങൾ അപ്പോഴാണ് ആലോചിച്ചത് എന്തുകൊണ്ട് ഞങ്ങൾ അന്ന് പാലക്കാടേക്ക് തിരിച്ചു വരാത്തത് നന്നായി. അവിടെ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവിടെ പോകണമല്ലോ നല്ലത്. ഞങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്തില്ലോ ആവേ. അപ്പോൾ എന്തായാലും ഡോക്ടർ പെയിന് കൂടുമ്പോൾ ഇതായി പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വിളിച്ച് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വന്നോന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അപ്പം തന്നെ പെട്ടെന്ന് എല്ലാം റൂമിലെല്ലാം വലിച്ചു പോയിട്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് എത്ര മിനിറ്റോട് ഞങ്ങൾ വേഗം എല്ലാം സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയാൽ നേരെ ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. ലേബർ റൂമിലേക്ക് പോയിട്ട് എന്താണ് ഇത് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ടൈമിൽ എന്താണ് കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റ് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ സെന്റിമീറ്റർ എത്ര നോക്കിയപ്പോൾ അത് കുറച്ച് ഓപ്പൺ 1 സെന്റിമീറ്റർ അല്ലേ 1 സെന്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളൂ. പക്ഷെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇതിലൊരിത്, പക്ഷെ ഡോക്ടേഴ്സിന് അത് പോരാ, 1 ഫിംഗർ പോരല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ റൂമുകളിലെല്ലാം എടുത്ത് അഡ്മിറ്റ് ആയി. പക്ഷെ വാവിച്ചിക്കാണെന്നുണ്ടെങ്കിൽ അവർ ബ്ലീഡിങ് ആയപ്പോൾ തൊട്ടാണെന്നുണ്ടെങ്കിലും മെല്ലെ 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 ഓരോരോ സ്റ്റെപ്പായിട്ട് അതായത് സ്റ്റെപ്പായിട്ട് പെയിൻ ഇങ്ങനെ കൂടി വരികയല്ല. അങ്ങനെ ആവശ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ അഡ്മിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയിലിടയിൽ ഓരോ എത്ര മണിക്കൂർ പറഞ്ഞു ആ മണിക്കൂറിൽ വന്നിട്ട് ഹാർട്ട് ബീറ്റ് കുട്ടീനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലിൽ എത്ര വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടി ഉള്ളിൽ എല്ലാം ഓക്കെ ആയിട്ട് ഇരിക്കണോ നമ്മൾ മെയിനായിട്ട് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള കുട്ടീൻ്റെ കാര്യം കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇത്ര മണിക്കൂർ ഇടവിട്ടിട്ട് ഞങ്ങളടുത്ത് ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു ദിവസം കടന്നുപോയി, 2 ദിവസം കടന്നുപോയി. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ വാവച്ചിക്ക് പെയിൻ ഉണ്ട്,
എന്താ പറയാ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കിടക്കാനും തീരെ ഉറക്കൂല്ല അത് വായിച്ചു പറഞ്ഞു കരയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയ്യോ എനിക്ക് പെയിൻ എടുത്തിട്ട് പോയോ, അയ്യോ അയ്യോ അയ്യോ. പിന്നെയൊക്കെ ഞാൻ സത്യം പറഞ്ഞ ആ ഒരു ടൈമിൽ നല്ല വെറുപ്പിച്ചിട്ടുണ്ട്. അല്ല വെറുപ്പിക്കല്ലേ, പക്ഷെ ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണല്ലോ ആ ഒരു സിറ്റുവേഷനിൽ. അപ്പം നമ്മളത് അറിഞ്ഞുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അമ്മയാണെങ്കിലും ഞങ്ങൾ അമ്മൂമ്മയാണെങ്കിലും ജയിലിലാണ് ഞങ്ങളെല്ലാവരും ആ ഒരു രീതിയിൽ എടുത്തു വിട്ട്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ കുറേ പേര് ചിലപ്പോൾ പോയതും പ്രസവിക്കാറുണ്ട്, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 1 ദിവസം കഴിഞ്ഞിട്ട്. പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ വല്ലാത്തൊരു ഇതായിരുന്നു. എന്നിട്ടില്ലേ ഞങ്ങളിപ്പോൾ അഡ്മിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കുകയല്ല കേട്ടോ അവിടെ പോയിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പെയിന് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് മെയിനാണല്ലോ. എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കൂടെ ആൾ നിൽക്കും. നിന്നിട്ട് അവർ ഡോക്ടേഴ്സിനുണ്ട്, അവർ കൂടെ വന്നിട്ട് തന്നെ നമ്മളുടെ അടുത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷെ വാവിച്ചിക്ക് എങ്ങനെ വെച്ച് വാവിച്ച് എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എക്സസൈസ് ചെയ്യുമ്പോൾ പെയിൻ ഇൻക്രീസ് ആയിട്ട് കുറച്ച് ഇറങ്ങി അങ്ങനെ ഒരു ഇതിൽ അവർക്കേ ഫീൽ ചെയ്യും. പക്ഷെ വാവിച്ചിക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ റിലീഫ് ആവും. അപ്പോൾ വാവിച്ചിക്ക് കുറച്ച് സമാധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവിച്ച് പെയിൻ കൂടുണ്ടോ അപ്പോൾ എനിക്കിപ്പോഴും സമാധാനം. സമാധാനം. അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ നോക്കും. പക്ഷെ വാവിച്ചിക്ക് എന്താ പറയുക ആ ഒരു ഇത് പെയിന് വരാത്തതുകൊണ്ട് തന്നെ വാവിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ല പോലെ ചെയ്തു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴാണെങ്കിൽ വാവിച്ചിൻ്റെ അടുത്ത് ഞാനും വായിച്ചുകൊണ്ട് സംസാരിക്കും. വാവിച്ചിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് അവിടെ പോയി എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പറയാം. പക്ഷെ വിചാരിച്ച പോലെയല്ല. അവിടെ പോയിട്ട് സ്റ്റെപ്പ് കയറുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല എല്ലാം അത് ഞാൻ ഇത് പറയാം. വാവിച്ച് നന്നായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്തു. എക്സസൈസിന് കുറച്ച് പേരുണ്ട് കേട്ടോ, അവർക്ക് കുറച്ച് ബേബി എന്നെ നോക്കിയിട്ട് ഒന്ന് ഫീൽ ഓ ബേബി എനിക്കിപ്പോഴും സുഖം കിട്ടും. ഇപ്പോഴും സുഖമായിട്ട് വാവിച്ചിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ ഡെയിലി അതൊരു എന്താ പറയുക കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്ക് പെയിന് വരുമ്പോഴും റൂമിൽ നിന്ന് നല്ല പെയിൻ ആട്ടോ കേസ്. അവിടെ ലേബർ റൂമിൽ പോയിടുന്ന സമയത്ത് എനിക്ക് പെയിനൊന്നുമില്ല. അവിടെ കിടക്കുന്ന സമയത്ത് പെയിൻ ഇല്ല, തീരില്ല. പക്ഷെ ലേബർ റൂമിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ചുമലിൽ പിടിച്ചിട്ടൊരു ആട്ടം ഉണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഞങ്ങൾ സൈഡൊന്ന് കൊടുക്കുക. അത് വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പെയിന് കൂടുമ്പോൾ അങ്ങനെ നിന്നിട്ട് എന്താണ് വാവിച്ചിക്ക് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവിച്ചിക്ക് പെയിൻ വരുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിൽ വാവിച്ചിക്കും പെയിൻ ഒരു കുറവാണ് അല്ലേ. സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ്. ചിങ്ങട് അടിച്ചു ഗൈസ്. അപ്പോൾ ചിങ്ങട് എണിച്ചിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ നെയ്റ്റാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിങ്ങടുവിനെ അതായത് വായിച്ച് ഫീഡ് ചെയ്തിട്ട് ഉറങ്ങിയിട്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേഗം വന്നതല്ലേ. അപ്പോഴും ചിങ്ങട് കള്ളുറക്കം ആളിടയ്ക്ക് ഇങ്ങനെ കള്ളുറക്കം ഉറങ്ങാറുണ്ട്. എന്നിട്ട് പെട്ടെന്ന് എണിച്ചു. എന്നിട്ട് ഫീഡ് ചെയ്തിട്ട് ഇപ്പോൾ അമ്മൻ്റെ കൊടുത്തിട്ട് ഞങ്ങൾ വന്നിരിക്കണല്ലോ അവേ. അപ്പോൾ ഗൈസ് നമ്മൾ നിർത്തി തുടങ്ങാവേ പറഞ്ഞോ. നിർത്തിയത് പറഞ്ഞാൽ പെയിനിൻ്റെ കാര്യം. അതായത് എനിക്ക് റൂമിലിരിക്കുന്ന സമയത്ത് നല്ല പെയിനായിരിക്കും, സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പെയിൻ ആണ് വേണ്ടിട്ട് ലേബർ റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ടും പോയിട്ടൊക്കെ കുറെ അങ്ങനെ ഇരുന്നു. പക്ഷെ ഇത് എങ്ങനെ വെച്ചാൽ വായിച്ചിക്ക് നല്ല രീതിക്ക് ആ ഒരു പെയിൻ ഉണ്ടാവും കേട്ടോ. വെറുതെ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ അറിയണമെന്നില്ല അല്ലേ. നല്ല രീതിക്ക് വായിച്ച് സിമ്പിളായിട്ട് ഞങ്ങൾ പറഞ്ഞു വിടണു തന്നെ ഉള്ളൂ. അതുപോലെ ആ പോണ ടൈമിൽ തന്നെ ഈ 2-3 ദിവസമായിട്ട് പോണ ടൈമിൽ തന്നെ എന്താണ് ഇത് എത്ര ഓപ്പൺ ആയിന്ന് ചെക്ക് ചെയ്യുമല്ലോ. അപ്പം 1, 2, 3 അങ്ങനെ 4 മെല്ലെ ഓരോന്ന് ഇംഗ്ലീഷ് ആയി സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് പോകണ്ടായിരുന്നത്. പക്ഷെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്തായാലും ഫുള്ളായിട്ട് പെട്ടെന്ന് ഓപ്പൺ ആവുന്ന അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു. വാവിച്ചിക്കാണെന്നുണ്ടെങ്കിൽ പെയിൻ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്നതോറും കൂടുമ്പോൾ വാവിച്ച് എൻ്റെ അടുത്ത് പറയാം ബേബി എനിക്ക് നോർമൽ വേണ്ട ബേബി, എനിക്ക് സിസേറിയൻ മതി ബേബി. ഇവിടെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോർമൽ വേണ്ട, എനിക്ക് സിസേറിയൻ മതി എന്നൊക്കെ വേണ്ട. അപ്പം എല്ലാവരും എന്നെ ചീത്തയായിരുന്നു. നോർമലിന് വേണ്ടി കുറേ പേര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നോർമൽ ആവുന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അവിടെ എത്തിയിട്ട് എനിക്ക് പെയിൻ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേണ്ടാന്നുള്ളൊരു ബേസ്. അതായത് ഇവിടെ നിന്നാണെന്നെങ്കിൽ വാവിച്ച് പറയുമ്പോൾ അത്ര വലിയ സീരിയസ് ആക്കിയിട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയിട്ട് പെയിൻ ഇങ്ങനെ കൂടുന്തോറും വാവിച്ചിക്ക് അത് പറ്റാണ്ടായപ്പോൾ വാവിച്ച് എൻ്റെ അടുത്ത് ബേബി എനിക്ക് വയ്യ ബേബി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ വാവിച്ചെടുത്ത് കുറേ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകണ്ടായിരുന്നു. നോർമലിൽ തന്നെ ഇരിക്കാന്നുള്ളൊരു ബേസിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു മൊത്തം ടോട്ടലായിട്ട് എനിക്ക് പെയിൻ എന്ന് വന്നിട്ട് 4 ദിവസം അല്ലേ ബേബി, 4ാമത്തെ ദിവസം പ്രസവിച്ചു. 3.5 ദിവസം 3-4 ദിവസം ടോട്ടൽ 4 ദിവസം കൂട്ടാം നമുക്ക്. അങ്ങനെയുള്ളൊരു ബേസ് ആയിരുന്നു. ഞാൻ ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് 4 ദിവസം ഞാൻ ആ 4 ദിവസം അത്രയ്ക്ക് റിസ്ക്കും അതുപോലെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ചെയ്ത് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. പക്ഷെ അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കേസ് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണത് തന്നെയാണെന്നുണ്ടെങ്കിലും വാവിച്ചിക്ക് അത് ഓപ്പൺ ആവുന്നുണ്ട്. അതിന് ഗുണമുണ്ട് ഇല്ല എന്നൊന്നുമില്ലല്ലോ. നല്ല രീതിക്ക് അത് വാവിച്ചിക്ക് ഹെൽപ്പ് ആയിരുന്നു. അപ്പോൾ അതുപോലെ പെയിൻ ഉണ്ട് പെയിൻ ഉണ്ട് ഇല്ല എന്നില്ല. പക്ഷെ
ഈ ഒരു സംഭവം നല്ല രീതിക്ക് വായിച്ചിക്ക് ഒരു ഹെൽപ്പായിട്ട് ഉണ്ടായിരുന്നു എക്സസൈസിലും അവൻ. പിന്നെ ആ ടൈമിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഇങ്ങനെ ആ ദിവസങ്ങളിൽ പോണ ടൈമിൽ ചിലപ്പോൾ എന്നല്ല ഞങ്ങൾ മാക്സിമം വീഡിയോ എടുക്കില്ല, ഞങ്ങൾക്ക് ഡോക്ടർ തന്നെ എടുത്തു തരും അല്ലേ, ചിലപ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സ് എടുത്തു തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് ഇപ്പം എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ബേബിക്ക് ഒരിക്കലും വീഡിയോ എടുക്കുക പറഞ്ഞാൽ പറ്റാത്ത കാര്യമില്ല ബേബി. അത് കുറേ പേര് ബാഡായിട്ട് കമൻറ്റ് ചെയ്തപ്പോൾ അതിനുള്ള റീപ്ലൈ തന്നാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലേ ബേബി. അപ്പോൾ ഞാൻ അതായത് ഡെലിവറി ആവണേൻ്റെ ദിവസം പുലർച്ചെ 12 മണിക്ക് കഴിഞ്ഞ് അത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഗൈസ്. നല്ല പെയിന് വന്നാൽ മാത്രം ലേബർ റൂമിൽ പോയാൽ മതി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീരെ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ വാവച്ചിക്ക് ആ ഒരു പുലർച്ചെ പറഞ്ഞ അതിന് മുമ്പാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഗ്യാപ്പ് വിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്ന ആ ഒരു ദിവസം വരെയാണെന്നുണ്ടെങ്കിലും പുലർച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇടയിൽ എണിച്ചെണിച്ച് പോയിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യാനൊക്കെ ചെക്കപ്പ് ചെയ്യുന്നത് അത് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. എന്താ പറയുക 5 ദിവസം അല്ല 5-6 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ലാത്തതിന് നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താണ് ഇപ്പം എന്താ ശരിക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഉറക്കം വേണം കൊണ്ട് വാവച്ചിങ്ങനെ കിഞ്ചിന് പോലെ പറഞ്ഞു. എന്നിട്ട് എന്താണ് വാവച്ചിക്ക് ആ ഒരു ഡെലിവറി നടക്കുന്ന അതിൻ്റെ പുലർച്ചയ്ക്ക് വാവച്ചിക്ക് ഇങ്ങനെ തീരെ പറ്റാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറിനെ വിളിച്ച് ഡോക്ടർ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്തായാലും ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഓൾറെഡി ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ആളൊന്നും മെല്ലൊന്നും ഉറങ്ങിയിരുന്നു. അപ്പോൾ വാവച്ചിത് കണ്ടപ്പോൾ ശരി കുഴപ്പമില്ലെന്ന് ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ അതായത് എൻ്റെ മൈൻഡ് മാറ്റാൻ നോക്കണം, സംസാരിച്ചിരിക്കാന്നുള്ളൊരു ബേസിൽ. അപ്പോൾ എവിടെയാണ് ഇഷ്ടം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കുറച്ച് മൈൻഡൊക്കെ മാറ്റി വിട്ട് എനിക്ക് കുറച്ച് കുറവായിട്ട് എന്നെ പിന്നെ റൂമിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അവിടെ എത്തിയത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. പിന്നെയും വന്നു കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു, എന്നെ കൊണ്ട് പിന്നെ എക്സസൈസ് ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ ചെയ്യായികയൊന്നുമില്ല, പക്ഷെ ആ പെയിനിൽ തന്നെ ഞാൻ ചെയ്തു. പിന്നെയും എനിക്ക് നല്ല ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 5 ഓപ്പൺ ആയിട്ടുള്ളൂ. 5 സെന്റിമീറ്റർ എന്തോ ഓപ്പൺ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഒന്ന് കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ വരവിൽ തന്നെ ഞങ്ങള് അമ്മയുടെ അടുത്തും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇനി പോയാൽ തിരിച്ചു വരില്ല, എന്താന്ന് പറയാൻ പറ്റില്ല, എന്തായാലും വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് വാവച്ചിക്ക് ആ ഒരു ടൈമിൽ പെയിന് നല്ല പോലെ ഇൻക്രീസ് ആയില്ലോ അവ. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഞാനില്ല. പിന്നെ എന്റെ മൈൻഡ് മാറാൻ തുടങ്ങി. എനിക്ക് നോർമൽ വേണ്ട ഇവിടെ നിന്ന് തന്നെ പറയണ്ട. അപ്പൊ വേണ്ട ഭാവിച്ച് നോർമൽ മതി. അതായത് എന്നെ വിളിച്ചിട്ട് പോയത് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് 100% എന്തായാലും ഭാവിച്ചിക്ക് നോർമൽ ആവും, കാരണം അത് അങ്ങനെയാണ് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നത്, എന്തായാലും 100% ആവും എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് വിശ്വാസം ഡോക്ടറെ തരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാവിച്ചിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് കുറേ സമാധാനപ്പെടുത്തി നിന്നു. പക്ഷെ പിന്നെ വാവിച്ചിക്ക് ആ പെയിന് കൂടുന്നൊരു വാവിച്ചില്ലേ കണ്ണ് തുറക്കണില്ല, കണ്ണ് അടച്ചു വെച്ചിട്ടാണ് വാവിച്ചിക്ക് ആ പെയിൻ്റെ ഇതുണ്ട്, കണ്ണിന്ന് വെള്ളം വരും, അങ്ങനെയൊന്നുമില്ല. നോർമൽ അങ്ങനെയാണ്. സങ്കടം ഉണ്ടെങ്കിൽ മാക്സിമം പുറത്ത് കരയില്ല. അത്രയും പെയിനാണ് ഞാൻ കരഞ്ഞിട്ടില്ല. അതായത് കണ്ണ് അടച്ചു പിടിച്ചിട്ട് തന്നെ വാവച്ചിക്ക് അവരുള്ള ഒരു പെയിന് ഫേസിൽ അറിയുന്നുണ്ട്, പക്ഷെ കണ്ണിൽ കൂടെ വെള്ളം വരില്ല എന്ന് മാത്രം. എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ വാവച്ചിക്ക് പറ്റുന്നില്ല. കുഴഞ്ഞൊരു ബേസ് ആയിരുന്നു. എനിക്ക് വേദന ഉണ്ടെങ്കിൽ എനിക്ക് സഹിക്കുക അങ്ങനെയുള്ളൊരു ബേസ് ആയിരുന്നു. കരയില്ല. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ വാവിച്ചു ഇതുവരെ കാണാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പെയിൻ, ലേബർ റൂമിൽ തന്നെ നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കാനും പറ്റുന്ന ഒന്നിനും പറ്റാത്ത അവസ്ഥ. പിന്നെയൊക്കെ ഡോക്ടേഴ്സിനെ വെറുപ്പിച്ചു, ബേബിനെ വെറുപ്പിച്ചു. എന്താ അവിടെ നടന്നേ സത്യം. എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് ബേബി വേണ്ട, എന്തായാലും സിസ്റ്ററിനെ ചെയ്യാം, എന്തായാലും പറയും, ഇനി ഞാൻ പിടിച്ചു നോക്കി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ അങ്ങനെ. അതായത് കണ്ണടച്ചിട്ട് തന്നെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബേബി ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല, എനിക്ക് എന്തായാലും എന്താണ് ഓപ്പറേഷൻ തന്നെ മതി, കാല് പിടിക്കാൻ. എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, ഡോക്ടർ ഒന്ന് സംസാരിക്കുന്നു പറയുന്നു പറഞ്ഞിട്ട് ഡോക്ടറെ പോയി പറഞ്ഞു. ഡോക്ടർ വന്നിട്ട് വയസ്സെടുത്ത് പറഞ്ഞു വേണ്ടടാ നോർമൽ മതിയടാ, നോർമൽ ആവൂടാ, ഒന്നും കൂടെ ട്രൈ ചെയ്ത് കുറച്ച് നേരം പെട്ടെന്ന് വരും. അങ്ങനെ നല്ലൊരു രീതി സംസാരിച്ചു. ഞാൻ എനിക്ക് ആര് പറയരുത് ചെവിക്കുള്ള ആ സമയത്ത് അല്ല. എന്നിട്ട് ഡോക്ടർ വന്ന് കുറച്ചൊന്ന് പറഞ്ഞപ്പോൾ വായിച്ച് കുറച്ച് ഇങ്ങനെ നോക്കണുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കണ കേസ്. അപ്പോഴത്തെ അവസ്ഥ അതെന്താ പറയുക, നമുക്ക് അനുഭവിക്കണവർക്ക് അത് അറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല പെയിന് വരാന്നുള്ളത് എനിക്ക് പുഷ് ചെയ്യാൻ വരുന്ന പോലെ ഫീല്. പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്ക്. പക്ഷെ വാവച്ചിന്റെ അതില് ആ ഒരു പുഷ് പോലെ വരുന്നത് വാവച്ചിന്റെ അതില് ബാത്റൂമിലേക്ക് പോകാനുള്ള ടെൻഡൻസി ആണെന്നുള്ള ഇതാണ് വാവച്ചിക്ക് അല്ലേ. അത് അങ്ങനെ ഒരു ഇതായിട്ട് മനസ്സൊക്കെ വിട്ടു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാൻ ബേബിന്റെ അടുത്ത് അപ്പോഴാണ് ഞാൻ ബാത്റൂം പോയപ്പോഴാണ് വാവച്ചി കരഞ്ഞത്. ബേബി അപ്പോഴാണ് ഞാൻ എനിക്ക് കാരണം വാവച്ചിന്റെ ഒരു
എന്നൊരു അപ്പോഴത്തെ ഒരു ഇതിനെ എനിക്ക് കണ്ടിട്ട് പറഞ്ഞ നല്ല ഓർമ്മ. അതായത് വേണ്ടടാ അങ്ങനെയുള്ള ഒരു വയസ്സിലെ സംസാരിച്ചത്, വേണ്ടടാ എനിക്ക് ഓപ്പറേഷൻ മതി, തീരെ സഹിക്കാൻ പറ്റില്ലടാ, മനസ്സിലാക്ക് എന്നെ നമ്മൾ അങ്ങനെയൊക്കെ പറയും. എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വായിച്ച് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാണല്ലോ. എനിക്ക് ആ ഒരു ഇതിൽ നല്ല സങ്കടമായിട്ട് ഞാനും കഴിഞ്ഞു വായിച്ചു. ഞാൻ എന്നിട്ട് വായിച്ചു സമാനപ്പെടുത്തിയിട്ട് ബാത്റൂമിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് പിന്നെയും കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇടയിൽ അങ്ങനെ വായിച്ചവിടെ കിടക്കുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് കുട്ടീൻ്റെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ആ ഇടയിൽ ഒരു കുറഞ്ഞിട്ട് ഇതായി. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അവർ പറഞ്ഞു എന്താണ് നമുക്ക് ഞാൻ പറയട്ടെ, ബാത്റൂമിൽ നിങ്ങൾ സംസാരിച്ചിട്ട് ശരി ആവശ്യക്ക് എൻ്റെ ഇത് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ മൊത്തത്തിൽ കുഴഞ്ഞു, എല്ലാം കൊണ്ടും കുഴഞ്ഞു. അപ്പോൾ വേവ് പറഞ്ഞു ശരി എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വേവ് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു പിരിയോ അങ്ങനെ ഇങ്ങനെ ഇല്ലെങ്കിൽ എന്നെ കൊല്ലിന്നൊക്കെ ആ സമയത്ത് വരുന്ന സംഭവം വേവിനെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ വേവ് ആ ദിവസങ്ങൾ ഞാൻ അത്രയും പറഞ്ഞിട്ട് വേവ് കേട്ടില്ല. ലാസ്റ്റ് ബേബിക്ക് മനസ്സിലായി എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോയി. ഡോക്ടറിൻ്റെ അടുത്ത് ഇവരെന്താ അവിടെ നടന്നെന്ന് എനിക്കറിയില്ല. വേവ് പറഞ്ഞോ അതായത് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഇങ്ങനെ പറയണോ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം പിടിച്ചു നിൽക്കുക. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. നമുക്ക് പറയാം സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് എന്തായാലും ഓപ്പൺ ആവുന്നതുകൊണ്ട് ഡോക്ടറിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ശരിയടാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വായിച്ചെടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ച് എന്തായാലും ചെയ്യണം, നിങ്ങൾ വെറുതെ പറയണമെന്നൊക്കെ പറഞ്ഞു. ഇല്ലടാ എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ വായിച്ച് കുറച്ച് സമാധാനം ഇല്ല. എന്നിട്ട് അവിടെ നിന്ന് പറ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്ലാഡർ എന്തോ, അതായത് കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് പെട്ടെന്ന് ഇടയിലൊന്ന് നിന്നപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും കുട്ടി മഷി ഇട്ടണോ നോക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കുട്ടി കിടക്കണ ഒരു അറയുണ്ടല്ലോ അത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചിട്ട് വെള്ളം വരുന്ന സമയത്ത് മഷി ഇട്ടെന്ന് അറിയാൻ പറ്റും പറഞ്ഞിട്ട്, അതായത് പൊട്ടിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അവര് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് വാവിച്ച് ബലം പിടിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ വാവിച്ചിക്ക് ഇവര് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ടൈറ്റ് ആകുമ്പോൾ വാവിച്ചിക്ക് അത് പെയിനും കൂടുമായിരുന്നു അല്ലേ. പിന്നെയൊക്കെ നോക്കണം ഇവരെന്തോ എന്നെ ചെയ്യാൻ പോകണ പോലെയൊക്കെ ഫീല്, എന്തോ വാച്ചിന് ചെയ്യണ പോലെ പൊട്ടിക്കാൻ പറയുമ്പോ എനിക്ക് ഡൗട്ട് ഈ ഓപ്പറേഷൻ എന്തിനാണ് അത്. പക്ഷെ ആ കുട്ടി മഷീട്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് എന്താ പറയാ ഞാൻ സമ്മതിച്ചില്ലല്ലോ ബേബി. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ അത് പൊട്ടിക്കുമ്പോ ഒരു വേദന ഉണ്ട്. അതായത് പൊട്ടിക്കുമ്പോൾ നോർമലി സിമ്പിൾ ആയിട്ട് കഴിയും, പക്ഷെ വാവിച്ച് ടൈറ്റ് ആക്കുമ്പോൾ അവർക്ക് അത് പറ്റാത്തത് കൊണ്ട് പെയിനും കാര്യങ്ങളും എല്ലാം വന്നു. എന്നിട്ട് പൊട്ടിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ലേ. ഹാർട്ട് ബീറ്റ് കാര്യങ്ങൾ നോർമലി അതുപോലെ തന്നെ ആയി. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തിനാ അത്ര ലേറ്റ് ആക്കണം എന്നൊക്കെ കരഞ്ഞിട്ടാ. അപ്പോ ഡോക്ടർ പറഞ്ഞു എന്താണ് അവിടെ വേറെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി അവിടെ ഒന്നും നടക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ് പറഞ്ഞത്. അരമണിക്കൂറാവും അവര് വരെ, അരമണിക്കൂറാവും എന്നുള്ളതൊക്കെ അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നിട്ട് ബേബിനെ വിളിച്ചിട്ട് പോയി ഡോക്ടർ. ബേബിനെ വിളിച്ചിട്ട് പോയിട്ട് അവിടെ എന്താ പറഞ്ഞു ചോദിച്ചാല് എന്താണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് എന്താണ് നോർമലാക്കാന്നുള്ള ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്താണ് പെയിന് കൂടാനുള്ള മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ തൊട്ടാണ് കഴിച്ച് എനിക്ക് മൊത്തത്തില് എല്ലാം കൂടെ കലങ്ങിയത്. കാരണം എനിക്ക് വന്ന് കൊറേ പ്രാവശ്യം എത്രയോ ഡോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇഞ്ചക്ഷൻ പെയിൻ കൂടാനുള്ള ഇഞ്ചക്ഷൻ ഇട്ടു. ഇഞ്ചക്ഷൻ ഇട്ട ടൈമിൽ വായിച്ച് പെട്ടെന്ന് നല്ല, അതായത് ഓൾറെഡി പെയിൻ നല്ല രീതിക്ക് ഉണ്ട്, അവിടെ നിന്ന് നല്ല രീതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ആയി. അപ്പോൾ വായിച്ചേക്ക് മനസ്സിലായി സിസേറിനാണെന്നുണ്ടെങ്കിൽ പെയിൻ കൂടാനുള്ള ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതൊന്നും അല്ലല്ലോ. അത് പറയുമ്പോൾ നട്ടലിന്റെ ഇഞ്ചക്ഷൻ ഇട്ടും കൊണ്ട് അവര് ഡയറക്റ്റ് പോയി തീർച്ചും കൊണ്ട് എടുക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ പെയിന് പിന്നെയും വരുത്തിക്കൊണ്ടേയിരിക്കുക. അതെനിക്ക് വേറെ അറിഞ്ഞു. എനിക്ക് അപ്പം തന്നെ ഞാൻ ബേബിനെ നോക്കി ഇല്ല വാവേ ഇല്ല എന്താണ് ഓപ്പറേഷൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇല്ല ബേബി ഇല്ല ബേബി എന്നെ പറ്റിക്കുകയാണ് ചതിക്കണം. ഇത് നോക്കിക്കോ പറ്റിക്കണം നമ്മൾ. ഇതന്നെയാണ് കേസ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്, ഞാൻ ഉള്ളത് പറയല്ലേ ബേബി. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരമായി വായിച്ചിക്കാൻ മരുന്നിട്ടപ്പോൾ പെയിന് നല്ലതായപ്പോൾ വായിച്ച് പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം. ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. അല്ല ബേബി ചോദിച്ചു എൻ്റെ അടുത്ത് മാമ എന്നെ വിശ്വാസമില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ബേബിന് തീരെ വിശ്വാസമില്ല. ആ സമയത്ത് പറയണേ എനിക്ക് തീരെ വിശ്വാസമില്ല പറഞ്ഞു. എന്നിട്ട് ബേബി ഡോക്ടറിനെ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയിപ്പിച്ചു എന്താണ് എന്നെ വിശ്വാസമില്ലടാ ഓപ്പറേഷൻ തന്നെയാണ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നോണ പറഞ്ഞിട്ട് പോയി ഗൈസ്. അവര് ഇതങ്ങനെ കഴിഞ്ഞു, അതായത് വായിച്ചെടുത്ത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു അത്
അത് കഴിഞ്ഞിട്ട് എന്താണ് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലോട്ട് എത്തി. കാരണം എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ബേബി പറഞ്ഞു, ബേബിക്ക് മനസ്സിലായി എന്താണ് ഇനി അത് പറ്റില്ല. ഡോക്ടറും വന്ന് കണ്ടപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ശരി എന്തായാലും കുഴപ്പമില്ല, വായിച്ച് പിടിച്ച് നിൽക്കണില്ല, ശരി എന്തായാലും ചെയ്യാന്നുള്ള രീതിയിൽ ഡോക്ടർ വിചാരിച്ചു. ബേബിയാണ് പറഞ്ഞത് ഡോക്ടറിന്റെ അടുത്ത് വേണ്ട ഡോക്ടർ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറും പറഞ്ഞു എന്തായാലും ശരി കുഴപ്പമില്ല, എനിക്കും എന്താണ് വായിച്ച് ഇങ്ങനെ, അതായത് ഡോക്ടർ പറഞ്ഞു എനിക്കും ദിയനെ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്തോപോലെ ശരി ചെയ്യാം, നിന്നിട്ടേ ഇല്ല, സങ്കടം വന്നിട്ട് പുറത്തു. അതെ എന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ എന്നിട്ട് അമ്മനെ വിളിച്ചു പറഞ്ഞു അമ്മ എങ്ങനെയാണ് സംഭവം ഓപ്പറേഷൻ ആയിരിക്കും പറഞ്ഞപ്പോൾ ഒരു വേണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എനിക്കിവിടെ അത് കണ്ടു നിൽക്കാൻ പറ്റണില്ല, എന്തായാലും ഓപ്പറേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് താഴത്തേക്ക് വരാൻ പറഞ്ഞു. അവർ അത്ര നേരം റൂമിലായിരുന്നു. ഞങ്ങൾ രാവിലെ വന്നതാണ്. അതിന് എത്രയോ ഉച്ചയാകുമ്പോഴെന്നാണ് അവർ വിളിച്ചത്. അത്രയും നേരം അവർ റൂമിൽ തന്നെ. എന്നിട്ട് അവരുടെ അടുത്ത് ലേബറോട്ടറി ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ അവിടെ വന്നിരുന്നു. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അതിനുള്ള സെറ്റ് ചെയ്തിട്ട് അവർ പക്ഷെ വരാൻ ഒരു 15 മിനിറ്റ് ആവും, എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. എന്താ പറയുക, ഒരു മരണവേദന പോലെയാണ് കേസ്. അത്രയും ദിവസങ്ങള് അത്ര ഇതായിട്ട് നിന്ന് ആ വേദന തന്നെ സഹിച്ചുകൊണ്ടേ ഇരുന്നില്ല. അതിന്റെ ഒരു ഇല്ലേ, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ശരിയെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷനുള്ള തയ്യാറൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ആയി ഇല്ലേ ബേബി. അവിടെ കിടന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ ലാസ്റ്റ് ആയിട്ട് ഫൈനലായിട്ട് ഒരു കാര്യം ചോദിച്ചു, എന്താണ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. എന്റെ അടുത്ത് ചോദിച്ചു ലാസ്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്താലോ ചോദിച്ചു. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഡോക്ടർ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വായിച്ചെടുത്ത് എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചെക്ക് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ചിങ്ങടോന്റെ തല വന്ന് താഴെ ഉണ്ടായിരുന്നു, മുടി ഇങ്ങനെ കാണണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിളിച്ചു എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഡോക്ടർ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, വലിയ ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇത് വാവച്ചിക്ക് വിശ്വാസം ഇല്ലാണ്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വാവച്ചി നോർമലി ചെയ്യാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു ലാസ്റ്റ്. കാരണം അത്രയും താഴെ ഇറങ്ങി വന്ന് നമുക്ക് തല കാണുന്നുണ്ട്, നോക്കുമ്പോൾ കാണണം. അങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ വാവിച്ച് എന്നിട്ടും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് പറഞ്ഞു വാവിച്ച് അങ്ങനെ സമ്മതിച്ചു ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. അതെ അല്ല ഓപ്പറേഷൻ ഇല്ല, സോറി നോർമലി ചെയ്യാറുണ്ട്. എൻ്റെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇനി അത് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ചത്തു മൊത്തത്തിൽ ഞാൻ പോയി, എല്ലാം പോയിട്ട് എനിക്കത് ഒന്നാമത് ഇവൻ്റെ പറ്റിക്കല്, രണ്ടാമത്തെ കാര്യം പെയിൻ, എല്ലാം കൂടെ ഞാൻ മൊത്തത്തിൽ പോയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പ്രസവിക്കണം, അങ്ങനത്തെ ഒരു ബേസിൽ തന്നെ ഞാൻ പറഞ്ഞതില് ബേബി. അപ്പോൾ എന്താണ് ചോദിച്ചു കപ്പിട്ടിട്ട് എടുക്കട്ടെ ചോദിച്ചു. ഒന്നാമത് ചിങ്കുടു മെല്ലെയാണ് അല്ല, അതായത് വായിച്ചെടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞു. വായിച്ച് പുഷ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും വരുന്നുണ്ട് പിന്നെയും കയറി അങ്ങനെ ഒരു ഇതിൽ നിൽക്കണം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു വായിച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു കപ്പിട്ട് എടുക്കട്ടെ ചോദിച്ചു, കാരണം ഹെഡ് അത്രയും താഴെ വന്നല്ലോ. ഇതെന്താണെന്നും കൂടെ അവർ പറഞ്ഞു. കപ്പിട്ട് എടുത്ത് പറഞ്ഞു കുട്ടിൻ്റെ തല കുറച്ച് നീണ്ടിട്ടായിരിക്കും, അതുപോലെ ഇങ്ങനെ പതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമുണ്ടോ ചോദിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് ശരിയാവും, അതൊരു പ്രശ്നമല്ല, അത് ശരിയാവും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് കപ്പിട്ട് എടുക്കാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയില്ലോ അവൻ. കാരണം എന്താ വെച്ചാൽ വായിച്ച് പുഷ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്തു വരിക, അങ്ങനെ ഉള്ളിൽ അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ വായിച്ചിട്ട് ചോദിച്ചു ഡോക്ടർ കപ്പിട്ട് എടുക്കാമല്ലോ ചോദിച്ചു. അപ്പോൾ ശരി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കുട്ടിക്ക് ചോദിച്ചു. ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ ഒരു ഇത് പറഞ്ഞിട്ട് അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കപ്പിട്ടിട്ട് ചിങ്ങോനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വായിച്ചിട്ടൊരിത് പറ. എന്റെ ഒരു ഇത് പറഞ്ഞ ബേബി ആ സമയത്ത് ബേബി അല്ലേ കണ്ടത്. അതൊന്നാമത് വായിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ മറഞ്ഞു നിൽക്കുമ്പോൾ കാണില്ലല്ലോ. അതായത് ഒന്നാമത് ആ മറ്റേ പച്ച ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല ആ തുണിയും കാണില്ല. അപ്പൊ എങ്ങനെ വെച്ചാല് ചിങ്ങടൂനെ എടുക്കുന്ന സമയത്ത് അത് എന്ത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട് ഒന്നാമത് October 25 മാറിയപ്പോ തന്നെ എനിക്ക് പകുതി മുക്കാലും മനസ്സ് പോയതാണ്. എന്നിട്ട് ആ ഒരു സമയം ഞാൻ ആ ഒരു ഇതിന് പുറത്തെടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എടുത്തിട്ട് ഇങ്ങനെ വാവിച്ചിന്റെ മേലെ വെച്ചത് അയ്യോ അതൊരു വല്ലാത്തൊരു ഫീലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നിട്ട് വാവിച്ചിന് മേലെ വെച്ചിട്ട് വാവിച്ച് മാറി ഞാൻ നോക്കട്ടെ എല്ലാവരും തട്ടിയിട്ടിട്ട് വാവിച്ചിങ്ങനെ മാറ്റിയിട്ട് എല്ലാവരും തട്ടിയിട്ട് ഞാൻ നോക്കട്ടെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാ. എന്നിട്ട് ലാസ്റ്റ് ഡോക്ടർ ചോദിച്ചു എന്നാ കുട്ടി ചോദിച്ചു വാവിച്ച് അതോ പെൺകുട്ടി. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളെല്ലാവരും വീട്ടുകാരെല്ലാവരും അതായത് വാവിച്ച് അച്ഛനും അമ്മ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൺകുട്ടിയാണ് കൊണ്ടിരുന്നു. ബേബി മാത്രമേ ഉള്ളൂ ഗൈസ്, പെൺകുട്ടി എന്നെ ആയിരിക്കുന്നതുകൊണ്ട് ബേബി മാത്രമുള്ള ഒരു ബേസിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പെൺകുട്ടി പറഞ്ഞപ്പോ അതോ ബേബി പറഞ്ഞ പോലെ തന്നെ നടന്നു എന്നുള്ളൊരു ബെറ്റായിരുന്നു. അതായത് ഞങ്ങൾക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മളൊരു ഇങ്ങനെ ഒരു പോട്ടി പോലെ വെക്കില്ല, അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞതാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വായിച്ചു അതാ പെൺകുട്ടിയോട്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുശുമ്പ് പോലെയൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് വായിച്ച്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് അവര് പീഡിയാട്രീഷ്യൻ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, പീഡിയാട്രീഷ്യൻ വന്നിട്ട് ചിങ്ങൂരിനെ എടുത്തിട്ട്
എടുത്തിട്ട് പറഞ്ഞു ഫുള്ളായി ഡ്രൈ ചെയ്തിട്ട് ഹീറ്റിലിട്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചിങ്ങുനെ എടുത്തിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ കപ്പിട്ട് എടുത്തുകൊണ്ട് തന്നെ വാവച്ചിക്ക് ഒന്നാമത് നമ്മൾ നോർമലാണെങ്കിലും സ്റ്റിച്ച് ഇടേണ്ട ഒരിത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അപ്പോൾ എന്തായാലും കുറച്ച് കീറലുള്ളതുകൊണ്ട് എന്തായാലും സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ കുട്ടീനെ എടുത്തിട്ട് പോയി. തൊട്ടന്നെയാണ് അവിടെ 2 റൂം അടുത്തടുത്ത് തന്നെയാണ്. എടുത്തിട്ട് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യണ ടൈമിൽ ഞാൻ വാവച്ചിൻ്റെ കൂടെ തന്നെ അങ്ങനെ കുറേ നേരം നിന്ന് സ്റ്റിച്ച് കാര്യങ്ങളെല്ലാം ഇട്ട് ഫുള്ളായി ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വാവച്ചെടുത്ത് പോയിട്ട് വാവേ ചിങ്ങടൊരു നോക്കിയിട്ട് വരട്ടെ ചോദിച്ചു. എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയലുള്ളപ്പോൾ തന്നെ കുട്ടീനെ ചിങ്ങടും തന്നെയാണ് വേവ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും. അതെ, അങ്ങനെ ഞാനിപ്പോൾ വായിച്ചു ഉറങ്ങി എനിക്കാണെന്നുണ്ടെങ്കിൽ വാവ ചിങ്ങട് കിക്ക് ചെയ്ത് ചോദിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വാവ ചിങ്ങട് എണിച്ചാന്നാ ചോദിക്കുക. അപ്പോഴേ അങ്ങനെയാണ്. എന്നിട്ട് ചിങ്ങടിനെ നോക്കിയിട്ട് പറ്റിയോണ്ട് ഞാൻ പോയപ്പോൾ വായിച്ചാൽ ശരി നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ പോയ ടൈമിൽ ചിങ്ങടിന് ഇങ്ങനെ ചൂട്ടിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയ ടൈമിൽ ആളിങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ട് ആ ഒരു പുതിയ ലോകത്തേക്ക് വന്നല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ചിങ്ങട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചപ്പോൾ എൻ്റെ വിരലിൽ ഇങ്ങനെ ചിങ്ങട് ഇങ്ങനെ പിടിച്ച് കുറേ നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നല്ലോ. അതെ, ഞാൻ വീഡിയോ വായിച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വായിച്ചെടുത്തില്ല വാവേ ചോദിക്കുന്നുട്ടാ. ഞാൻ കുറേ നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നു. ഡോക്ടറാണ് ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ നിന്ന് വേറെ ഇതൊന്നും ഇല്ല. ഡോക്ടർ അപ്പോൾ കുട്ടീനെ എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് എടുത്തിട്ട് വെച്ച് ഡോക്ടർ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എടുത്തിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ സത്യം ഞാൻ കുറേ നേരം അങ്ങനെ തന്നെ അവിടെ തന്നെ നിന്ന്. വീഡിയോയിൽ ചെറിയൊരു തരും, പക്ഷെ ഞാൻ കുറേ നേരം അങ്ങനെ കുട്ടീനെ അങ്ങനെ നോക്കിയിട്ട് തന്നെ കുറേ നേരം അവിടെ തന്നെ വാവച്ചി ഇതെന്താ പോയിട്ട് കാണാനില്ലല്ലോ. എന്നിട്ട് ഞാനില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് വാവച്ചിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അപ്പോൾ വാവച്ചിങ്ങനെ മുന്നാണ്ട് കിടക്കുക. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ചിങ്ങുവിൻ്റെ ഫുള്ള് എല്ലാ ക്ലീനിങ് കാര്യങ്ങളും എല്ലാം ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഫീഡ് ചെയ്യാനല്ലോ. യൂറിൻ അതായത് ഇപ്പോൾ നോർമൽ ആണെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വീട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ചെക്ക് ചെയ്യണ ഒരു സംഭവമാണ്. ചെക്ക് ചെയ്യണ പോലെയാണ്, എല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്യണ പോലെ എന്തോ സംഭവമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതെ, അപ്പോൾ അത് യൂറിൻ പാസ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. ലേറ്റ് ആയി. എന്നിട്ട് ചിങ്ങടുവിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഫീഡ് ചെയ്യാൻ വേണ്ടി വാവിച്ച് ഫസ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിൽ വാവിച്ച് ഇങ്ങനെ എന്താ പറയാന്നുള്ള രീതിയിൽ വാവിച്ച് ഫസ്റ്റിന് ചിങ്ങടു അതായത് ഉമ്മൻ്റെ വാച്ചുകൊണ്ടിന് ഫസ്റ്റിനെ വിളിച്ചത്. ആ ചിരിച്ചു. ആ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ അപ്പൊ ചിങ്ങട് വായിച്ചു നോക്കി ഇങ്ങനെ ചിരിച്ചു. അതാണ് ഫസ്റ്റ് ചിരിയിലോ. എന്നിട്ടില്ലേ ഡോക്ടർ വന്ന് ഫീഡ് ചെയ്യേണ്ട ഇതൊക്കെ വായിച്ചൊക്കെ എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തതിന് ശേഷം അമ്മയും അമ്മൂമ്മയും ജെല്ലും അവര് രാവിലെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യാൻ. രാവിലെ അല്ല, ഒരു ഏകദേശം ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 3:30 ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അവർക്ക് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എല്ലാം 3:30 ഡെലിവറി ചെയ്യുന്ന ഒരു 4:30 ആവും. 4 ആവുന്ന സമയത്ത് ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ എന്ത് വിചാരിച്ചു അവരോട് പോയിട്ട് എന്ത് കുട്ടിയാണെന്നൊക്കെ നോക്കിയിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു അത് ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞാനിങ്ങനെ പോയ ടൈമിലല്ലേ എല്ലാവരും പൊളിച്ചിരിക്കുന്നത്. ഇവിടെ ലേബർ റൂമിലുണ്ടായിരുന്ന നേഴ്സുമാരൊന്നും അവർ പുറത്ത് പോയി ഇവർ കുറേ നേരം ഇരിക്കല്ലേ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞല്ലോ അവൻ. അപ്പം ജെന്നിൽ പറഞ്ഞു ഏട്ടാ അവർ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അവർ കുറേ നേരം ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും യൂറിൻ പാസ് ചെയ്തിട്ടാണ് വായിച്ച് റൂമിലേക്ക് പോകാനും പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും റൂമിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടതിന് ശേഷം ഞാൻ പിന്നെയും വായിച്ചെടുത്ത് വന്ന് നിന്നിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാപ്പി എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് കാപ്പിയും ഞാനൊക്കെ മേടിച്ചു കൊടുത്ത് കുടിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ അവിടെ തന്നെ റൂമിൽ വെയിറ്റ് ചെയ്തിരുന്നു പറഞ്ഞാൽ യൂറിൻ പോകാനുള്ളൊരു ഇത് വരുമോ എന്ന് നോക്കിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 3:30 കഴിഞ്ഞിട്ട് രാത്രി ഒരു 9-10 മണി വരെ എന്തോ ഇരുന്നുള്ളൊരു ഓർമ്മയാണ് കേട്ടോ. ചിങ്ങടും ഉണ്ട് ഞാനും ഉണ്ട് വായിച്ചു. ഞങ്ങൾ 3 മാത്രം ലേബർ റൂമിൽ ഇങ്ങനെ ഇടയ്ക്ക് നേഴ്സുമാരൊക്കെ ഇങ്ങനെ വന്നു പോലും ആവാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ആയില്ല. അപ്പോൾ ഒരു ഡെലിവറിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ, റൂമിൽ പോയിട്ട് യൂറിൻ പോകണമെന്ന് ചെക്ക് ചെയ്താൽ മതി. കാരണം ഒരു ഡെലിവറിയും കൂടി വരുന്നുണ്ട്. ഒന്നാമത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരാൾ വരുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് റൂമിൽ പോയതും വായിച്ച് യൂറിൻ പാസ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ ചെക്കപ്പിന് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ വന്നു, രാത്രി തന്നെ വന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് യൂറിൻ പാസ് എല്ലാം ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് വായിച്ച് അങ്ങനെ റൂമിൽ അങ്ങനെ കിടന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി, എല്ലാം ഓക്കെ ആയി. നമ്മൾ ഹോസ്പിറ്റലിൽ വീട്ടിലോട്ട് 3-ാമത്തെ ദിവസം വന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെലിവറി വ്ളോഗ്. അപ്പോൾ ഇപ്പോഴും പറയാ ഇത് നമുക്ക് വീഡിയോയിലൂടെ എത്രത്തോളം ഒന്നും പറയാൻ പറ്റുന്നൊന്നും നമുക്ക് അറിയില്ല. കാരണം അത് വല്ലാത്തൊരു ഇതാണത്. അതായത് ഡെലിവറി വരുമ്പോൾ നല്ലൊരു എൻജോയ്മെന്റും ഉണ്ടായിരുന്നു. അതായത് നമ്മള് മനസ്സ് വിട്ടിട്ട് ആ ലാസ്റ്റ് ടൈം കൊണ്ട് നല്ല രീതിക്ക് ചിങ്ങട് വരുമ്പോ എല്ലാവരും നല്ല രീതിക്ക് ചിരിച്ചിട്ടായിരുന്നു. അത് മറക്കാൻ പറ്റില്ല. നോർമൽ ആണെന്ന് നല്ല എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക്
ഈ 4 ദിവസം എന്നെ തളർത്തി തന്നെ പറയാ. പക്ഷെ ആ 4 ദിവസത്തേത് ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ആ ഒരു ലാസ്റ്റ് ടൈം കൊണ്ട് ചിരിച്ചതായപ്പോൾ അതൊരു വല്ലാത്തൊരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിനക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഭാര്യയും ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വന്ന് കാണും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വായിച്ചിക്കാണെങ്കിൽ എൻ്റെ കാര്യം എനിക്കാണെങ്കിൽ വായിച്ചിട്ട് നോക്കുന്നത്, എനിക്കിപ്പോൾ വേറെ ആരുടെയും കാര്യം വായിച്ചിക്ക് വേറെ ആരുടെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫീലാണ് അതിലിടണം. അപ്പം അതെല്ലാവരും മനസ്സിലാക്കി മാത്രം കമൻറ്റ് ഇടാം. പെയിൻ അതെ പ്രസവിക്കേണ്ടവരാണ്, പെയിൻ ഉണ്ട്, ആർക്കും പെയിൻ ഇല്ലാതിരിക്കൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാവും. ചിലവർ പെട്ടെന്ന് പ്രസവിക്കും, ചിലവർ ലേറ്റ് ആയി പ്രസവിക്കും, ചിലപ്പം എന്താ പറയുക 2 ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെയൊക്കെ പ്രസവിക്കും. അങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിരിക്കും, എല്ലാവർക്കും പെയിൻ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യമല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യണം. പക്ഷെ അത് ഞങ്ങളൊരു സങ്കടത്തിന്റെ ഒരു ബേസിൽ ഷെയർ ചെയ്യല്ല, നല്ലൊരു ജോളി ആയിട്ടില്ല ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. സത്യം. ഇനി ഡെലിവറി സ്റ്റോറി ആ ഒരു പിന്നെ കുറെ പേര് ചേച്ചിക്ക് പെയിൻ ഇല്ലേ, അതുപോലെ വീഡിയോ എടുക്കണ കാര്യങ്ങള്. വീഡിയോ എടുക്കാന്ന് വെച്ചാല് ബാവച്ചിക്ക് നല്ല രീതിക്ക് പെയിൻ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് കയ്യിൽ ഫോണൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആ ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനുള്ള ഒരു തോന്നിയിട്ടില്ല. പിന്നെ ഈ വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി അവിടെ പോയിട്ടൊരു ഇതായപ്പോൾ അവിടെ നേഴ്സുമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതായത് കുട്ടീൻ്റെ തല കണ്ടപ്പോൾ എനിക്കൊന്ന് മൈൻഡ് ഒന്ന് കുറച്ചൊരു ശരിയായി. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നമ്മുടെ ഒരു പെയിൻ ഇല്ലല്ലോ, നല്ലപോലെ പെയിൻ അനുഭവിച്ചിട്ട് തന്നെയാണ് പ്രസവിച്ചിരിക്കുന്നത്. നല്ല പെയിൻ ഉണ്ട്. അതില് വന്നിട്ട് പെയിൻ ഇല്ലാത്ത സംഭവത്തിൽ മാത്രമേ വീഡിയോ എടുത്തത്. പക്ഷെ നല്ലപോലെ പെയിൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരയില്ല, കരഞ്ഞിട്ട് എനിക്ക് എന്താ പറയാ കരച്ചില് വരുന്നില്ല, കണ്ണില് വെള്ളം വരുന്നില്ല. പക്ഷെ ആ ഒരു ഇത് മനസ്സിലുണ്ട്, പക്ഷെ പുറത്തേക്ക് വെള്ളം വരില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടറാണ് ഹീറോ. സത്യം. ആ ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് ഞാൻ ചിങ്കുവിനെ ചൂട്ടിൽ വെച്ച് അവിടെ നിന്ന് കാണാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് ഞാൻ താങ്ക്സ് പറഞ്ഞു. കാരണം ഡോക്ടർ അന്ന് ആ ഒരു ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാവച്ചിനെ സിസേറിയനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് താങ്ക്സ് പറയുമ്പോൾ ഡോക്ടർ പറയണത് നോർമൽ ആക്കി തന്നത് നിങ്ങൾക്കാണ് താങ്ക്സ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ പക്ഷേ ആഗ്രഹിക്കുന്നത് നോർമലാണ്, നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും. അതായത് ഞാനാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഒരു വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വാശിന് പറ്റാൻ അതായത് കണ്ടു നിൽക്കാൻ പറ്റണ്ടായപ്പോൾ ഞാൻ ഡോക്ടറിനോട് പോയി പറഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴും സങ്കടം വന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്തെങ്കിലും മൂത്തിക്ക് നോക്കും. എന്നിട്ട് ഡോക്ടർ എന്താ പറയുക വേണ്ട എന്തായാലും നോർമൽ ആവുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പിടിച്ചു നിർത്തി ഒറ്റ കാര്യങ്ങൾ കൊണ്ടാണ് ഭാവിച്ച് ഇപ്പോൾ നോർമൽ ആയതില്ല. ഇപ്പോൾ സിസേറിയൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എന്താ പറയുക ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചിങ്ങടുമായിട്ടുള്ളൊരു എന്താ ഒരു നമ്മളിപ്പോൾ രണ്ടുപേരാണ്, പിന്നെ അതൊരു വേറെ ലൈഫിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പിയാണ്. സത്യം. പിന്നെ അതുപോലെ ഞാൻ നോർമൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഡെലിവറി കഴിഞ്ഞതും എന്താ പറയുക എനിക്ക് അത്രയും ഞാൻ കാണിച്ചു കൂട്ടിയെന്ന് തന്നെ ഞാൻ പറയാം. കാരണം പെയിനിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ കാണിച്ചു കൂട്ടി നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവനെയൊക്കെ നോക്കുമ്പോൾ ഒരുമാതിരി ചമ്മലായിരുന്നു. അയ്യോ ഇവൻ്റെ ഫേസിലൊക്കെ നോക്കട്ടെ, ബേബിയൊക്കെ ഒരുമാതിരി ചിരിക്കലായിരുന്നു ബേബി അല്ലേ. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെറുതെ ആവശ്യമായിട്ട് ഇങ്ങനെ ആക്കുകയൊക്കെ ചെയ്യും. ഡോക്ടേഴ്സും അവരൊക്കെ എന്തായിരുന്നു എന്നുള്ളൊരു ബേസിൽ വെറുതെ വിളിച്ചിട്ട് അങ്ങനെ നിലവിളിച്ചിട്ടൊന്നുമില്ല. വാവിച്ച് അവർ സഹിക്കാൻ വയ്യാണ്ട് ഈ ഒരു ഇത് മാത്രം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആവശ്യം നിലവിളിക്കുക അങ്ങനെയും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അതെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാണ് വാവിച്ചിനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു വേറൊരു വീഡിയോ ചെയ്യുക. കാരണം അത് ഇതിലൂടെ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് കാണണമെന്നില്ല. അപ്പം ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ അതുപോലെ ചിങ്കുടുവിന് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ, ചിങ്കുടുവിൻ്റെ വെയിറ്റ് അതൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യാമല്ലോ വീഡിയോ. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഡെലിവറി വ്ളോഗ്. വെറുതെ ചെനക്കാതെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കൊറേ നേരമായി. അപ്പൊ ഗൈസ് അതൊക്കെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല എന്താണ് ഈ ലേറ്റ് ആയിട്ട് പ്രസവിക്കില്ല അവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് വാവിച്ചിനെ പോലെ ഇത്ര 3-4 ദിവസം ഹോൾഡ് ചെയ്തിട്ട് ഡെലിവറി ഞങ്ങൾ കഴിഞ്ഞ ഒരു കമൻറ്റ് ചെയ്യുക. വാവിച്ചിക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ്. ചിലവരിലൊക്കെ ചിലപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ബേബി എന്താണ് എനിക്കിപ്പോൾ പെയിന് വന്ന് ഞാൻ വൈകിട്ട് പ്രസവിച്ചു, എനിക്കിപ്പോൾ പെയിന് വന്ന് പിറ്റേ ദിവസം പ്രസവിച്ചു. അതിൽ കൂടുതൽ ഞാൻ പറയുന്നത് കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഞാൻ 4 ദിവസം കൊടുത്തത് എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. അപ്പൊ അതുപോലെ ഉള്ളവർ എന്തായാലും വന്ന് കമന്റ് ചെയ്യാം. വേറെ ആർക്കും ഇല്ലാതിരിക്കട്ടെ. വായിക്കുമ്പോ കുറച്ചൊരു മനസ്സുഖം സമാധാനം ഞാൻ മാത്രമല്ലല്ലോ എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം നമ്മളായിരിക്കും ഇത്തിരി
അതായത് ജോളി മീൻ ഡെലിവറി വ്ളോഗ് എല്ലാവരും ഇടണം. ഞങ്ങളും എല്ലാ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മാക്സിമം എല്ലാവരും ഇടുന്ന ടൈമിൽ ലാസ്റ്റത്തെ ആ ഒരു മൊമെന്റ്സ് ഒക്കെ പറഞ്ഞ് ചിലവർ കരയാറുണ്ട്. കൂടുതൽ കരഞ്ഞിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, കരഞ്ഞിട്ട് പറയേണ്ട ഒരു ഇതൊന്നും, നമ്മളിപ്പോൾ എന്ത് നമുക്ക് സങ്കടങ്ങളും കാര്യങ്ങളും എന്തുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിൽ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഓരോരുത്തരും ഓരോ പോലെയല്ലേ. നമുക്ക് അനുഭവിക്കാം, ഓക്കെ. പക്ഷെ നമ്മൾ ഒരാളടുത്ത് പറയുമ്പോൾ നമുക്ക് പറയാനില്ല. അല്ല, ഞങ്ങൾക്ക് നോർമലാണെങ്കിൽ വീഡിയോയിലൂടെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടം വരില്ല, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ നോർമലാണെങ്കിൽ ആരുടെ അടുത്ത് പറയണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പറയണ്ട ആ ഒരു സിറ്റുവേഷനിൽ അതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. അതെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ കരയുന്നവരുടെ കുറ്റമായിട്ട് പറഞ്ഞല്ല, അത് അവരുടേതായിട്ടുള്ള ഫീല്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമല്ല. അതെ, അപ്പോൾ ഇനി ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതെ, അപ്പൊ എല്ലാരും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിങ്ങടുമായിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷെ പറ്റണില്ല. ഇപ്പൊ തന്നെ അതെ, ഇപ്പൊ തന്നെ ചിങ്ങടു ഇടയിൽ കരഞ്ഞ പോലെയൊക്കെ തോന്നി. അപ്പൊ എന്തായാലും വേഗം പോയി നോക്കണല്ലോ. അമ്മ ഉള്ളതുകൊണ്ട് അമ്മ മാനേജ് ചെയ്യാൻ. ആരും കമന്റ് ചെയ്യാൻ മറക്കരുത്. ടോയ്ലറ്റിന്റെ അനുഭവങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ. ഞങ്ങൾ എന്തായാലും വായിക്കും. ഞാൻ എന്തായാലും വായിക്കും. അപ്പൊ ഗൈസ് എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. ബൈ.